ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊരു ഭംഗിയല്ല എന്നെ കാണാൻ. അത് ചൈനയുടെ ഗുണമാണ് കേട്ടോ. നല്ല വെളിച്ചമൊക്കെ മുഖത്തൊക്കെ അടിച്ച് ഭയങ്കര ഗുഡ് ഫീലിംഗ് ആണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത്, ഞാനും ഇതുവരെ പോയിട്ടില്ല, ഏറ്റവും കൂടുതൽ കേട്ടറിഞ്ഞ ചൈനയിലെ ഫേർണിച്ചർ മാർക്കറ്റിലാണ്. സോ നമ്മുടെ കൂടെ ഉള്ള 2 പേര് ഇന്ന് പോവാണ്. അവർ കാനഡയിൽ നിന്നാണ്, സുധിയ ഗോയ്. അവരിപ്പോൾ സെൻഡ് ഓഫ് ചെയ്ത് ഞങ്ങൾ നേരെ ഫേർണിച്ചർ മാർക്കറ്റിലേക്ക് പോകണം. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല, നമ്മൾ സജഷൻ എടുത്ത് ജസ്റ്റ് കാണുവാണ്. സോ ഇന്ന് സ്വന്തമായിട്ട് വീട് ഫേർണിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനമോ ബിസിനസ് ചെയ്യാനുള്ളവർ, അല്ലെങ്കിൽ സ്ഥാപനം എന്തെങ്കിലും ഫേർണിഷ് ചെയ്യാനുള്ളവർക്ക് എല്ലാവർക്കും. ഇൻഫാക്ട് ഷാജി ചേട്ടൻ, ഞങ്ങളിവിടെ കൊണ്ടുവന്ന ഷാജി ചേട്ടൻ്റെ വീട് ഈ ഒരു 10-15 ദിവസം മുമ്പാണ് ഹൗസ് വാമിങ് നടത്തിയത്. കംപ്ലീറ്റ് വീടിൻ്റെ ഫേർണിഷിങ് ഇവിടുന്ന് ചൈനയിൽ നിന്ന് വന്നത്, ഇൻക്ലൂഡിങ് മറ്റേ ജാപ്പനീസ് ഹീറ്റഡ് ഓട്ടോമാറ്റിക് ക്ലോസറ്റ് 2 ഉണ്ടെന്ന് തോന്നുന്നു. സോ അങ്ങനത്തെ പല സാധനങ്ങളും ഇന്ന് നമുക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റും എന്നറിയില്ല, പക്ഷേ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ഫേർണിച്ചർ ഇഷ്ടമുള്ളവർ നമുക്കിൻ്റെ കൂടെ വരാൻ പറ്റും. നമ്മൾ പല മാർക്കറ്റിൻ്റെ കൂടെ ഫേർണിച്ചേഴ്സും വിസിറ്റ് ചെയ്യുന്നതാണ്. ഈ അടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത ട്രിപ്പ് ആദ്യമേ വരുന്ന മെയിലാണ്, പിന്നെ ഒന്നില്ലെങ്കിൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലും കാണുവേ. നമുക്ക് ആക്ച്വലി ഫോഷാൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫേർണിച്ചർ സിറ്റി. അപ്പോൾ നമ്മുടെ ഗ്വാങ്ഷാവിൽ നിന്ന് നമുക്ക് ഇതുപോലെ ടാക്സി എടുത്ത് ഏകദേശം ഒരു 45 മിനിറ്റ്സിലെത്താൻ പറ്റും. നമ്മൾ ഈ ഫോഷാനിൽ കയറുമ്പോൾ തന്നെ കുറേ ഇതുപോലെ വലിയ മാർക്കറ്റ്സ് അല്ലെങ്കിൽ മോൾസ് കാണാം. ഇതൊക്കെ ഫേർണിച്ചർ മാർക്കറ്റ്സാണ്. ഞങ്ങളെ ഇത് ഫർണിച്ചറിൻ്റെ നടുക്ക് കൊണ്ടുവിട്ടു. എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. കുറച്ച് സ്ഥലങ്ങളുടെ പേരറിയാം, പക്ഷേ ഇത് ചുറ്റും ഇത് നോക്ക്, വാക്ക് വേസ് വെച്ച് കണക്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. കംപ്ലീറ്റ് ഫേർണിച്ചർ ഷോപ്സ്. എന്ത് ചെയ്യും, എവിടുന്ന് ചെയ്യും, എല്ലാം ഈ പയ്യെ പഠിക്കണം. അടുത്തവണ വരുമ്പോഴേക്ക് നമ്മൾ സെറ്റ് ചെയ്തായിരിക്കും. ഇത്തവണ എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് നോക്കാതെ ഇരുന്നത്. അപ്പോൾ ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. നമ്മൾ ആദ്യം തന്നെ കയറി വന്നത് ഓഫീസ് ഫർണിച്ചറിൻ്റെ സ്ഥലമാണ്. കുറേ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. പല വെറൈറ്റി സാധനങ്ങളാണ് ഓഫീസ് ഫർണിച്ചേഴ്സ് തന്നെ ഉള്ളത്. എല്ലാ ബഡ്ജറ്റിലും എല്ലാ റേഞ്ചിലും കാണും. പക്ഷെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ കുഷൻ്റെ ഓഫീസ് ഫർണിച്ചറിൻ്റെ ഏരിയയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്നതെന്ന് തോന്നുന്നു. അതാണ് കംപ്ലീറ്റ് ഇതുപോലെ ചെയർസിൻ്റെ വെറൈറ്റീസ് കാണുന്നത്. വട്ടി പിടിക്കുക. ഹോം ഫർണിഷിങ് എവിടെയാവും? ഇതൊക്കെ മിനിമം എനിക്കൊന്ന് 100 പീസാണ് എടുക്കുന്നത്. സ്കൂൾ ഫർണിഷിംഗ് ആണെങ്കിൽ സ്കൂൾ ഫർണിഷിങ്ങിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. കുറച്ച് പ്രൊമോഷണൽ പ്രൈസ്. ഈ ചരക്ക് ഇവിടുത്തെ ഒരു 60 രൂപ, നാട്ടിലത്തെ 600 രൂപ. എന്തായാലും നാട്ടിലൊരു 1300-1400 രൂപയ്ക്കൊക്കെ ഇത് പോകും. നമുക്ക് എന്തോരം വെറൈറ്റീസാണ്. ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളേ, ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ നേരിട്ടൊന്ന് കാണാം. അതെ, ഹോസ്പിറ്റൽ ചെയർസ് പോലത്തെയൊക്കെ. ഇവരുടെയൊക്കെ ഫിനിഷ് എന്തൊരു പെർഫെക്ഷനാണ് നോക്ക്. എൻ്റെ മറ്റേ വയറിങ്ങിൻ്റെ ഇതാണെങ്കിലും ആ ഒരു ഭയങ്കര. എനിക്ക് ഫേർണിച്ചറൊന്നും വലിയ താല്പര്യമില്ലാത്ത, പക്ഷേ ഇവിടെ നമുക്ക് ഓരോന്ന് കാണുമ്പോഴേ വേറെ ലെവലാണ്. ഇതൊക്കെ നോക്കിക്കേ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നടുക്കൊണ്ടിട്ടാൽ വരെ ദിസ് വോണ്ട് ലുക്ക് ഔട്ട് ഓഫ് പ്ലേസ്. ഭയങ്കര കേട്ടോ. നമ്മളെ ഇവിടെ കണ്ട് ഓരോന്ന് എന്ത് സപ്പോർട്ടാണ്. നടുന്ന് വാങ്ങ്. എന്തായാലും കുറേ നേരം ഇരുന്ന് പണിയെടുക്കുന്ന ആളാണ്. ഭയങ്കര ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്ട്സ് കണ്ടോ. നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഓരോ ഫേർണിച്ചേഴ്സ് ഇങ്ങനെ. ഇതൊരു മാർക്കറ്റോ ഒരു മോളോ ഒന്നും അല്ല കേട്ടോ, ഒരു സിറ്റി ഫോർ ഫേർണിച്ചർ എന്ന് തന്നെ പറയാം. ഫോഷാൻ എന്ന് പറയുന്നത് ഒരു സിറ്റി കംപ്ലീറ്റ് ഫേർണിച്ചേഴ്സാണ്. ബട്ട് നമുക്ക് ആദ്യമേ ജസ്റ്റ് ഇവിടെ വന്നൊന്നും എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ, ഓഫീസ് ആണെങ്കിൽ ഓഫീസ്, ഹൗസ് ആണെങ്കിൽ ഹൗസ്, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, അങ്ങനെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബെസ്റ്റ് സപ്ലയേഴ്സ് തപ്പി നമുക്ക് കറക്റ്റ് സ്ഥലങ്ങളിലേക്ക് പോവാം. ഇതിപ്പോൾ 2nd ഫ്ലോർ കംപ്ലീറ്റ് ഓഫീസ് ഫേർണിച്ചറാണ്. നമുക്ക് ഗ്രൗണ്ടിൽ പോയി നോക്കാം. എനിക്കത് ഇവിടെ കുറച്ച് ഹോം ഫേർണിച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിമിൻ്റെ ജീൻസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കസേരകൾ കൊള്ളാമല്ലോ. ഇത് മറ്റേ ഹൈ എൻഡ് ഇംഗ്ലീഷ് പബ്ബിലൊക്കെ ഇടുന്ന പോലത്തെ. ഇത് റെസ്റ്റോറൻറ്റ്സിൽ ഇടാൻ പറ്റുന്ന പോലെ അടിപൊളി. ടീപോട്ട്സിൻ്റെ മാത്രം, ടീപോട്ട്സ് സൈഡ് സ്റ്റാൻഡ്സിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത്. അകത്തേക്കൊക്കെ കയറി ഒരുപാടുണ്ട് കേട്ടോ സ്റ്റാൻഡ്സ്. ഇതൊക്കെ അത് തന്നെ, പല ടെക്സ്ചറിലും പല മെറ്റീരിയൽസും വെച്ചുണ്ടാക്കിയിരിക്കുന്ന ടീപോട്ട്സ്. കുട്ടികളുടെ സ്കൂൾ തുടങ്ങണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോയ്സ് തൊട്ട് അവരുടെ ഔട്ട്ഡോർ മറ്റ് സ്ലൈഡ്സ് തൊട്ട് ബെഞ്ച്, ഡെസ്ക്, ടേബിൾ എല്ലാം ഒറ്റ ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ബാർബിക്യൂ ഇല്ലേ, അതിൻ്റെ തന്നെ ഒരു ഹൈ എൻഡ് വേർഷൻ. ഒരു ടേബിളിൽ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. പക്ഷെ അത് വേണമെങ്കിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ആവും. ഒക്കെ അതെ, റിക്ലൈനിങ് സെറ്റ്സ് പോലെ വളരെ ഹൈ എൻഡ്, ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇവരുടെ പ്രൊഡക്ട്സിനൊക്കെ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ടേബിൾസ് എന്ത് രസം. ഓരോ ടേബിൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ നോക്ക്. ഈ ടേബിളിൻ്റെ കാലുകൾ, തടികൾ മാത്രം വെച്ചിട്ടുള്ള പരിപാടികൾ. എന്ത് ഭംഗിയാണ് നോക്കി ഈ ഡൈനിങ് സെറ്റൊക്കെ.
എത്ര നടന്നാലും ഒരു മോളിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ ഒരു മോളിൻ്റെ അകത്ത് തന്നെ എൻഡ് ടു എൻഡ് എത്തുന്നത് കേട്ടോ. പക്ഷേ കംഫർട്ടബിൾ ആണ്. ഇതുപോലെ ഈ എയർ കണ്ടീഷൻ്റെ ഒക്കെ അല്ലേ. ഈ ഇവിടുന്ന് നമ്മൾ സൂം ചെയ്ത് ഇനി സൂം ചെയ്താൽ പോലും അവസാനം കാണുന്നില്ല. നിങ്ങൾ എന്തല്ല എന്തെങ്കിലും ഒരു പെർട്ടിക്കൽ ഐഡിയാസ് ആയിട്ട് ഇപ്പോൾ സപ്പോസ് വാങ്ങാനാണെങ്കിൽ വന്നാലേ നമുക്കത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വന്ന് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം വെറൈറ്റിയാണ്. ഇപ്പം നമ്മൾ നടന്നത് തന്നെ ഒരു 1 ഫ്ലോറേ ആയിട്ടുള്ളൂ. അങ്ങനെ തന്നെ 2nd 3rd ഫ്ലോർ ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഫൈൻഡ്. ഇതൊക്കെ നോക്കുന്ന രസമാണ്. എന്തെങ്കിലും ഒരു കളർ തീമോ പാറ്റേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ബേസ് തന്നെ തപ്പി പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തീമോ കളർ സ്കീമോ എന്തെങ്കിലും മെറ്റീരിയൽസോ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുമോ. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിൽ ജസ്റ്റ് ഗെറ്റ് സോ കൺഫ്യൂസ്ഡ്. ഒരു തീം ആയിട്ട് തന്നെ വരുക. മാർബിൾ വേണോ, വുഡ് വേണോ, അതോ ലെതർ വേണോ, എങ്ങനത്തെയാണ് വേണ്ടതെന്നുള്ളത്. ബെഡ് ഇത് പക്ഷേ കംപ്ലീറ്റ് സോഫ്റ്റാണ്. ഇതുപോലെ സോഫ്റ്റ് മെറ്റീരിയലാണ് കണ്ടോ. ആൻഡ് ദെൻ ഇവരുടെ സോഫ സെറ്റ് എല്ലാം ഒരുമിച്ച് ഒരേ തീമിൽ ചെയ്യുന്നതാണ്. ഭയങ്കര വെറൈറ്റി സംഭവങ്ങൾ. സോ ഹൈ ക്വാളിറ്റി. ഇതാകുമ്പോൾ നമുക്ക് മറ്റേ ബാക്ക് റെസ്റ്റ് വേറെ ചെയ്യണ്ട. നല്ല സംഭവം. വലിയ ബെഡും കസ്റ്റമൈസ് ചെയ്ത കളേഴ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ സെറ്റ് ഉണ്ട്, സോഫ സെറ്റ്. ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തെങ്കിലും ഫർണിച്ചർ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അതിവിടെ കാണും. തപ്പിപ്പിടിക്കാനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ. അത്രയധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്തോരം വെറൈറ്റീസാണ്. മൈ ഗോഡ്, ഞാൻ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാത്രം ക്യാമറ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് സാധനങ്ങളാണ് കാണുന്നത്. കർട്ടൻ ഫേർണിഷിങ്, ഹോം ഫേർണിഷിങ്, അങ്ങനത്തെ മറ്റേ ഡീക്കോർ, അതിനൊക്കെ ഡിഫറെൻറ്റ് മോളാണ്. സോഫ്റ്റ് ആക്സസറീസ് മോൾ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഏരിയ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ കസ്റ്റം ബോസസ് എല്ലാത്തിനും ഇവരുടെയൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ ട്രങ്ക്സ് വിത്ത് കൗഹൈഡ്, വെർസാച്ചെ, LV, അതിൻ്റെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് സൈഡ് ടേബിൾ ഇത് കണ്ടോ, സീറ്റിൻ്റെ കൂടെ തന്നെ ഒരു സൈഡ് ടേബിൾ വരുന്നത്. എന്തോരം വെറൈറ്റീസാണ് നോക്ക്. ഇതുപോലെ ഒരു ബ്രൗൺ ഇറ്റാലിയൻ പാറ്റേൺസും കുറേ ഇവിടെ വരുന്നുണ്ട്. ഇറ്റാലിയൻ ഇൻസ്പയർഡ് എന്ന് പറയാം, കോപ്പി ആണെങ്കിലും. ഇതൊക്കെ സാധനങ്ങൾ ഭയങ്കര പോപ്പുലർ. ഇതിപ്പം 18,000 ഒരെണ്ണത്തിന് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 20,000 റുപ്പീസ്. ബെൻറ്റ്ലിയുടെ ഒക്കെ ഫേർണിഷിങ്, അതുപോലെ വെർസാച്ചയുടെ ഒക്കെ ഉണ്ട്. എന്തൊരു ഫിനിഷാണ് നോക്ക്. ഇതൊരു നല്ല ഫിനിഷ്. അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ് നോക്ക്. സ്പോർട്സ് കാറിൻ്റെ അകത്തുള്ള ബെൻറ്റ്ലിയുടെ സീറ്റ്സിൻ്റെ പാറ്റേണിൽ തന്നെ സ്റ്റിച്ചിങ്, ഡബിൾ സ്റ്റിച്ചിങ്. ഞാൻ ഒരിക്കലും വഴക്ക് പറയില്ല മറ്റേ സ്കൂട്ടർ പെട്ടി എടുത്ത് വന്നതിന്. എല്ലാവരും ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരു സ്കൂട്ടർ പെട്ടിയായിട്ടാണ് നടക്കുന്നത്. അത്രയധികം നമുക്ക് നടക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 5 to 7 കിലോമീറ്റേഴ്സാണ് ഒരു ഫ്ലോറ്. എങ്ങനെ നടക്കും ഇത് മൊത്തമായിട്ട്? പയ്യെ ഇരുന്നിരുന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. ഇവിടെ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ ഇവിടെ ഒന്ന് താമസിച്ച് ഒരു 3-4 ദിവസം ശരിക്കും നമ്മൾ ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അതിനൊരു 3-4 ഡേയ്സോ 5 ഡേയ്സോ 7 ഡേയ്സോ താമസിച്ച് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. ഇതിൻ്റെ അടുത്ത് തന്നെ ഫോഷാനിൽ തന്നെ താമസിക്കുക. കണ്ടിട്ടുണ്ടോ വാട്ടർഫോൾ, ലൈവ് വാട്ടർഫോൾ ഉള്ള ടേബിള്. ഇതാണ് ചൈനയുടെ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം. ഇത് ഒരു ഡിസൈൻ, വേറെ വാട്ടർഫോൾ ഡിസൈനുള്ള അടുത്ത ടേബിള് നോക്കിക്കേ. സത്യം പറയട്ടെ, ഇവിടെ വന്നു കഴിയുമ്പോൾ പേടിയാവുന്ന വേറൊന്നുമല്ല. ഞാനെപ്പോഴും നമ്മുടെ നാടും ചൈനയും രണ്ടും ഡെവലപ്പിംഗ് രാജ്യം എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അതിപ്പോൾ ചൈന ഇസ് ഓൾറെഡി ഡെവലപ്പ്. പക്ഷെ എന്തായാലും നമ്മൾ ആരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, എന്ത് സ്കെയിലിലാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ നാട്ടിലത്തെ ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയും ഇവിടുത്തെ ഫർണിച്ചർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുമായിട്ടൊന്ന് അതൊന്നു ഇറ്റ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് വന്ന് ഇതൊന്ന് കണ്ടു നമ്മൾ മനസ്സിലാവും നമ്മൾ എന്തോരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇവരിപ്പോഴും എന്തോരമാണ് മുന്നോട്ട് നമ്മളെങ്ങാട്ടി ഇരിക്കുന്നതെന്നുള്ളത്. ജസ്റ്റ് അമേസിങ് ക്രാഫ്റ്റ്മാൻഷിപ്പും. ഇവർ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള സപ്ലൈ വരുന്നതും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒരു സിറ്റിയിലാക്കിയിരിക്കുക. സോ ദാറ്റ് ഫർണിച്ചർ വാങ്ങുന്നിടത്ത് ഒറ്റ ഒരാൾക്ക് പോയാൽ മതി. ഇപ്പോൾ നമുക്ക് രാജസ്ഥാനിൽ പോകണം, കേരളയിൽ പോകണോ, മറ്റേ അടുത്ത് പോകണം, അവിടെ പോകണോ, ഇതൊന്നുമില്ല. എല്ലാം ഒറ്റ ഒരു സ്ഥലത്തേക്ക് വന്നാൽ മതി ആൾക്കാർക്ക്. ആൻഡ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നവർക്കും ഫാക്ടറിയുടെ അടുത്താണ് പല സപ്ലൈസും പല റോ മെറ്റീരിയൽസിൻ്റെയും ഹെഡ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. സോ എല്ലാം കൂടെ അടുപ്പിച്ച്, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറേ. അങ്ങനെ ഭയങ്കര ഇതിനെക്കുറിച്ച് വായിച്ച് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് വേറെ ലെവലാണ്. ഞങ്ങൾ ഇത്രയും നടന്നിട്ട് ഏകദേശം ഇപ്പോൾ 1.5-2 മണിക്കൂറായി. ഒരു മോളിൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ ഒരു ഫ്ലോർ പോലും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വേണ്ടാത്ത ലോ എൻഡ് ത്രോ അവേ പ്രൈസ് ഇവിടെ വന്ന് 100 രൂപയ്ക്ക് ഫർണിച്ചർ കിട്ടും, 500 രൂപയ്ക്ക് കിട്ടും, അങ്ങനെയല്ല. എനിക്കൊന്ന് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണെങ്കിൽ നാട്ടിലത്തെ കാട്ടി നല്ല റേറ്റിൽ മച്ച് ബെറ്റർ ക്രാഫ്റ്റ്മാൻഷിപ്പിൽ കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര കുറഞ്ഞ സാധനങ്ങളാണ് വേണ്ടെങ്കിൽ, ലോ ക്വാളിറ്റി ആണെങ്കിൽ അത് ചിലപ്പോൾ കിട്ടാൻ ഇങ്ങനത്തെ മാർക്കറ്റിൽ പാടായിരിക്കും. നമ്മൾ ഓർഡർ കൊടുത്ത് എടുക്കേണ്ടി വരുമായിരിക്കും. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കൂടുതൽ നല്ല സാധനങ്ങൾ നല്ല റേറ്റിൽ കൊടുക്കുന്ന പരിപാടിയാണെന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. സോ നമുക്ക് ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു ഫേർണിച്ചറാണ് വേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ഓർഡർ കൊടുത്തിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു മിറർ ഞങ്ങൾ നോക്കി നടക്കുമായിരുന്നു വിത്ത് ലൈറ്റ്. അടിപൊളി. മാട്രസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാട്രസസിൻ്റെ ഷോപ്സാണ് മൊത്തം. വിശക്കൊന്നും എന്തായാലും പോയി കഴിക്കണം. എനിക്കൊരു ഷൂ ബോക്സ് നോക്കണം, എൻ്റെ ഷൂ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഷൂ ബോക്സ് ഉണ്ട്, അതെവിടെ കിട്ടുമെന്ന് നോക്കണം. അതെന്തായാലും ഞാൻ ചൈനയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരും. നമ്മൾ കാണിക്കുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യണമല്ലോ ആദ്യമേ. ഇതൊക്കെ കണ്ട ബെഡ്സിൻ്റെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, ഇത്രയും കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്ന സ്ഥലമാണ്, ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. വൃത്തി കണ്ട, കാർഡ്ബോർഡ് ബോക്സസ് ഇല്ല, വേസ്റ്റ് ഇല്ല, ഒരു നാറ്റം എന്ന് പറയുന്ന സാധനമില്ല. എസ്പെഷ്യലി മൂത്രനാറ്റം അങ്ങനത്തെ ഒന്നുമില്ല. ആർക്ക് വന്നാലും എൻജോയ് ചെയ്ത് ഒരു ബാധ്യത പോലെ അല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഇത് ഷോപ്പ് ചെയ്യുന്ന സ്ഥലം. ഇത് നോക്കി, ഇതിൻ്റെ ഫർണിച്ചറൊക്കെ ബ്യൂട്ടിഫുൾ നോ. ഇങ്ങനത്തെ അറബി ഫർണിച്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സെറ്റപ്പാണ്. പണ്ട് ബാഹുബലിയൊക്കെ ഇരുന്ന് അവർക്ക് മീറ്റിംഗ് കൂടാൻ പറ്റിയ രീതിയിലുള്ള സെറ്റപ്പാണ്. ഈ ഫർണിച്ചറിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്ക്. സൈഡ് ടേബിള്, അതിൻ്റെ മുമ്പിലുള്ള സ്റ്റൂള്, ഇത് അതുപോലത്തെ വീടായിരിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ നോക്ക്, ഇതെന്താ ഇത്, നോക്കിക്കേ ഇത്. മൈ ഗോഡ്, ഇത് കണ്ടാൽ തന്നെ എന്തെങ്കിലും വാങ്ങാൻ തോന്നും. വുഡ് ഗ്രെയിൻ, ഇതൊക്കെ റിയൽ തടി തന്നെ കേട്ടോ. വുഡ് ഗ്രെയിൻ അല്ലേ, റിയൽ തടി. അതിൻ്റെ ഗ്രെയിൻസും അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി, അതിൻ്റെ ബെഞ്ച്, കാലിൻ്റെ ഭംഗി, ഇറ്റ്സ് ജസ്റ്റ് സോ ഗോർജിയസ്. ഇതിൻ്റെ ആ വർക്കും അതിൻ്റെ ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും, കോസ്റ്റ് ടു ക്വാളിറ്റി റേഷ്യോ ചൈനയെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ്സും നല്ല കണ്ടില്ല, പക്ഷെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം കണ്ടേ. നല്ല ഫ്രഷ് തണ്ടൂരി ബ്രെഡ് വെച്ച് എനിക്ക് ഉസ്ബാക്കോ കസാക്കോ കണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, നോ 3 അപ്പോൾ അത് എടുത്തുനിന്ന് തൽക്കാലത്തേക്ക് അത് കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര ചേഞ്ച്. ചൈനീസ് ഫുഡും ജങ്ക് ഫുഡും KFC മാത്രം കഴിച്ച് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഫുൾ മിൻസ്ഡ് മീറ്റാണ്, മട്ടനാണ്, ഫാറ്റൊക്കെ ഉണ്ട്, നല്ല ബ്രെഡും. കണ്ട, ഇതൊക്കെ കവേർഡായിട്ടാണ് ഈ മാർക്കറ്റ്സിൽ നിന്ന് ഓരോ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് മഴ വെയിൽ ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അകത്തെല്ലാം എയർ കണ്ടീഷൻഡ് ആണ്. ഫുഡൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരും, കാരണം അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല. പക്ഷെ സമ്മതിക്കണം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിന്. അതെ, പണിയെടുക്കുമ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ട് പണിയെടുക്കാൻ പറ്റുന്ന ചെയർ അതുകൊണ്ട് ഇവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ, എന്തായാലും പണിയെടുക്കണം, അതിൻ്റെ കൂടെ എക്സസൈസും നടക്കും. 2 in 1 KFCൻ്റെ മെഷീൻ. എന്തോ രസമാണ് നോക്കി. ഇവരുടെ സേഫ് തന്നെ, പൈസ അകത്തൊന്നും ഇല്ലെങ്കിലും സേഫ് കണ്ടാത്തൊന്നും കോടീശ്വരനാണ്. അതാണ് ഇവരുടെ സേഫിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇതൊരു പില്ലോ ആണ്, ചാർക്കോൾ ബാംബു പില്ലോ ജെല്ല് വെച്ചുള്ളത്. റേറ്റ് നമ്മൾ ഒരെണ്ണമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 550 രൂപ ഉള്ളൂ ഈ പില്ലോയ്ക്ക്. പക്ഷേ എന്തൊരു വെയിറ്റാണെന്നറിയും ഇതിന്. നല്ല കിട്ടില്ല സംഭവം. ഞാൻ ഒരു മാട്രസ് വാങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും സാധനങ്ങൾ വരും കേട്ടോ. മുകളിലൊരു ചെറിയ സ്പ്രിങ് വിത്ത് സം കൂളിംഗ് ഫോം, മെമ്മറി ഫോം, സ്പഞ്ച്, സ്പ്രിങ്, പിന്നെ ഒരു മെമ്മറി ഫോമും കൂടെ. അതാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാത്തിനും കൂടെ ഉള്ള കാണിക്കുന്ന ഒരു ബെഡാണിത്. ഏകദേശം എത്ര 28 or 30 സെൻറ്റിമീറ്റർ ആണ് അത്രയും വരുന്നത്. ആർട്ടിസ്റ്റിനും ഈ ഇൻഫ്ലുവൻസേഴ്സിനും മേക്കപ്പിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല, കാരണം ലൈറ്റപ്പാണ്, തുറക്കണ്ടല്ലോ, മുകളിൽ തന്നെ കാണാം. എന്തോരം വെറൈറ്റി സംഭവങ്ങളാണ് നോക്കി. ഇങ്ങനത്തെ ടേബിൾസ്, ഡീകോറും ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് അടിപൊളി സാധനങ്ങളല്ലേ. നന്നായി ബാറ് വീട്ടിൽ വേണ്ടവർക്ക് അതിനും ഓപ്ഷൻസ് ഇവിടെയുണ്ട്. നല്ല രാജകീയമായ ബാർ ക്യാബിനറ്റ്. ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുക, ഓരോ കാര്യങ്ങൾ നോക്കി വാങ്ങുവാണ്, വെറുതെ വാങ്ങിക്കൊണ്ടിരിക്കുക. ഇത് മറ്റേ ഇലക്ട്രോണിക് ആയിട്ടുള്ളതുണ്ടല്ലോ, ഇലക്ട്രോണിക് ആയിട്ട് തുറക്കുന്നതും അതല്ലാതെ നല്ല കിഡിലൻ സോഫ്റ്റ്. ഇത് ഇലക്ട്രോണിക് അല്ല, പക്ഷേ ഇലക്ട്രോണിക് പോലെ തന്നെ സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഡസ്റ്റ്ബിൻ കണ്ട. എന്തോരം വെറൈറ്റി സാധനങ്ങളാണ്, എന്തൊരു ഫിനിഷാണ് നോക്കും ഓരോ കാര്യങ്ങൾ.
ആക്ച്വലി ഇതൊക്കെ പീസ് ഓഫ് ഡീക്കോറായിട്ട് നമുക്ക് എന്ത് തന്നെ ഉപയോഗിക്കാം. ഇതൊക്കെ നോക്ക്, ഷെൽഫ് പോലെ ഇല്ലേ, ചാർജ് അതെ. നമുക്ക് ഇത് ഡസ്റ്റ്ബിനാന്ന് ആരെങ്കിലും പറയുമോ? ഇനിയുണ്ട് മുകളിലേക്കൊക്കെ. കംപ്ലീറ്റ് ഡെക്കോർ ആൻഡ് ക്രാഫ്റ്റ്സ് ആണ്. ചെടികളുടെ ഒക്കെ ഭംഗി നോക്കാം. ചെടിച്ചട്ടിയോടെ ഒരു 3 ഷോപ്പിന് മുമ്പിൽ വാങ്ങി വെച്ചാൽ മതി. എന്ത് രസമെന്ന് നോക്ക്. ഓ, just too much. Look at this. It's just so എന്താ അല്ലേ, ഓട്ടം ഓൾവേസ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഷോപ്പിന് ഫ്രണ്ടിൽ. ഇത് അവരൊക്കെ അവിടുത്തെ ഡീക്കോർ കണ്ടിട്ട് അങ്ങോട്ട് ഓടി. അല്ലാതെ ഇപ്പോൾ ഗോൾഡൻ ഡീക്കോർസ് പോലത്തെ വേണമെങ്കിൽ ഇത് അതിവിടെ ഉണ്ട്. ഞാൻ നിർത്തുവാണേ, റൂമിൽ പോവാൻ. എനിക്ക് തല തന്നെ ഇറങ്ങുന്നു കണ്ട്. വേറെ ലെവൽ ഐറ്റംസ് തന്നെ, വേറെ ലെവൽ. ഒട്ടും പ്രതീക്ഷിക്കില്ല കേട്ടോ. ചൈനയാണ്, പക്ഷെ ഇത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ആരെ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. അതാണ് ചൈന. നമ്മളിപ്പം മറ്റേ സോഫയും അവിടെ നിന്നൊക്കെ മാറി ആക്സസറീസ് മാർക്കറ്റ് ഉണ്ട്. ഇതുപോലെ കേർട്ടൻസും ഫർണിഷിങ്ങിൻ്റെ മാത്രമായിട്ടുള്ള ഇവിടെ ഉണ്ട്. പക്ഷേ കൂടുതൽ കാർപ്പറ്റ്സ്. ഇതൊക്കെ നോക്ക്, ഡീക്കോറിൻ്റെ ചെടികൾ ആക്ച്വലി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഭയങ്കര എളുപ്പമാണ്. ഷിപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ചെടികളും സംഭവങ്ങളൊക്കെ എന്തൂരം വെറൈറ്റീസാണ്. പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്കും എനിക്കൊന്ന് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഡീക്കോറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇവിടെ എന്തായാലും വരാം ഈ ഒരു മാർക്കറ്റിൽ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഫ്ലവേഴ്സും അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഓർക്കിഡ്സ് പോലത്തെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. സോ അതിനും ഇവിടെ കുറേ സ്കോപ്പ് ഉണ്ട്. ഈ ലാമ്പ് ക്രിസ്റ്റൽ ഹാൻഡിലാണ്. ക്രിസ്റ്റൽ സ്റ്റാൻഡും അതുപോലെ തന്നെ ലാമ്പും 180, ഒരു 2000 രൂപ. പക്ഷേ എന്തൊക്കെയാണ് നോക്കിയാൽ. ആ ബോട്ടിൽസ് അതൊക്കെ ബാർ കൗണ്ടറിൽ വെക്കാൻ പറ്റിയത്. ക്രിയേറ്റിവിറ്റി കാണിച്ചു തരാം. കുട്ടി ചൂയിങ്കം ചവയ്ക്കുന്ന ലൈറ്റ്, ലേഡി ബോൾ വെക്കുന്ന ലൈറ്റ്, മറ്റേ ഇത് ആക്ച്വലി കർവച്ചോത്ത് പോലെ വേണമെങ്കിൽ വെക്കാം അതിൻ്റെ ലൈറ്റ്, ഇങ്ങനത്തെ ലൈറ്റ്സ്. ഇതൊന്നും അല്ലാതെ ടെഡി ബെയറിൻ്റെ വയറ്റിൽ ലൈറ്റ്, അതുപോലെ തന്നെ ആസ്ട്രോനോട്ട്സ് പല രീതിയിൽ ലൈറ്റ്സ് പിടിക്കുന്നു. ജസ്റ്റ് എ സ്മോൾ സാമ്പിൾ ഓഫ് ചൈനാസ് ക്രിയേറ്റിവിറ്റി. പിന്നെ ഒരു എക്സ്ട്രീംലി ടയറിങ് പക്ഷേ ഒരു പുതിയ ലോകം കണ്ടിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് മാജിക്കൽ. എനിക്കിനി കൂടുതലും പറയില്ല. ഞാൻ ഒരു 0.1% പോലും കാണിച്ചിട്ടില്ല. അത്രയും സെറ്റപ്പുള്ള സ്ഥലമാണ്. നേരെ ഇനി ഒരു റിലാക്സ് ചെയ്ത് ഒരു ഹോട്ട് പോട്ട് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഗണപതി കേട്ടോ കഴിക്കും. അപ്പോൾ ഗണപതി ഇവിടെ കുറച്ച് പോപ്പുലറാണ്. നോർത്ത് ഇന്ത്യൻസ് ഇവിടെ കുറേ വരുന്നുണ്ട്. എന്തായാലും ഇറങ്ങട്ടെ. ഇവിടെ വന്ന് മോളിൽ പോകാനാണ് വന്നത്. അപ്പോൾ ആർക്കും ഇവിടെ മോൾസ് ഒന്നും കാണുന്നില്ല. കുറേ വലിയ ബിൽഡിങ്ങും IFC മാത്രമേ ഉള്ളൂ. മോൾസൊക്കെ എവിടെയായിരിക്കും? മോളെവിടെ? എവിടെ? പക്ഷെ മോളെവിടെ? അതെ, മോള് ഭൂമിയുടെ അടിയില്ല. 3 നില ഭൂമിയുടെ അടിയിലേക്കാണ് മോള്. മോൾസ് എന്ന് പറഞ്ഞാൽ സാധാരണ മുകളിലേക്കാന്നല്ല വിചാരം. ഇവിടെ മുകളിലേക്കല്ല, അടിയിലേക്കാണ്. ഇതൊക്കെ വേറെ വേറെ ബിൽഡിങ്സ് ആണ്. ഓഫീസും സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലത്തെ സംഭവങ്ങളൊക്കെ. ഹയാത്തും ഉണ്ട് ഇവിടെ, പക്ഷെ മോൾസ് ഇവിടെ ഒന്നുമില്ല. എല്ലാം റോഡിൻ്റെ അടിയിൽ. പറഞ്ഞ നമ്മൾ മോളിലേക്ക് പോവാണ്. മോള് പക്ഷേ സാധാരണ നമ്മൾ മുകളിലേക്ക് പോകുന്നത്, ഇവിടെ നമ്മൾ അടിയിലേക്കാണ് പോകേണ്ടത്. ഭയങ്കര യങ് ക്രൗഡ് വരുന്ന ഒരു മോളാണിത്. മോളിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് മെയിൻലി ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഷോപ്പിങ്ങിനെ കാട്ടി കൂടുതൽ ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമല്ലേ. അണ്ടർഗ്രൗണ്ടിൽ ഒരു സിറ്റി വെച്ച് പോലെ ഒരു സെപ്പറേറ്റ് വേൾഡ് അണ്ടർഗ്രൗണ്ടിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര രസമാണ്. ഒരുപാട് ഓപ്പൺ സ്പേസസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്കൊരു മോളിൻ്റെ ഒരു ഇൻറ്റീരിയർ കൺജസ്റ്റഡ് ഫീലിംഗ് ഒന്നും കിട്ടില്ല. പെർഫെക്റ്റ് സ്ഥലമാണ് കേട്ടോ നമ്മുടെ ദൈവന്ത്യൻ. ആൻഡ് ഇവിടുത്തെ ഒരു ആംബിയൻസും ഫീൽ ആയിട്ട് ഗോങ്ജോടെ നമ്മൾ മറ്റേ മാർക്കറ്റ് ഏരിയ അതൊക്കെ കണ്ടു. ഇത് അൾട്രാ ഡെവലപ്ഡ്, നമ്മുടെ ദുബായ് ഷേഖ് സായിദ് റോഡിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പാർക്സ്, ബിൽഡിങ്സ്, ലൈറ്റ്സ്, ജസ്റ്റ് അമേസിങ്. ആൻഡ് ഇപ്പോൾ വീണനെ. ആൻഡ് ഇവിടെ ഇതുപോലത്തെ നടുക്കൊരു ലേക്കും, ഇവിടെ ഗ്രാൻഡ് ഹയാത്ത് എല്ലാം ഉള്ള ഒരു സെൻറ്റർ. ഇതൊക്കെ നമുക്ക് ബിൽഡിങ്സ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും മേല് വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് അടിച്ചു പൊളിക്കാം. അന്ന് ചിലപ്പോൾ കുറച്ചും കൂടെ ചൂടായിരിക്കും, പക്ഷെ എന്നാലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സെറ്റായിരിക്കും. കാൻറ്റൺ ടവറിൻ്റെ ബെസ്റ്റ് വ്യൂ കിട്ടും. കറക്റ്റ് സെൻറ്ററിലാണ് നമ്മുടെ ഈ മോളിൻ്റെ വാക്ക് വേ വന്നിരിക്കുന്നത്. ഷാച്ചേട്ടനൊക്കെ ഇവിടെ എവിടെയുണ്ട്. ഷാച്ചേട്ടൻ്റെ കൂടെയാണ് ഇന്നത്തെ ഡിന്നർ. ലാസ്റ്റ് ഡേ ആണല്ലോ. സോ ഇന്നത്തെ ഡിന്നർ ഷാച്ചേട്ടൻ്റെ കൂടെ. എന്താ അല്ലേ, ഇരിക്കാനും ഓപ്പൺ എയർ എൻജോയ് ചെയ്യാനും ഫുൾ സെറ്റപ്പ്. ചേട്ടനും അജിത്തേട്ടനും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വന്ന ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഹലോ,
നമ്മൾ ഡിന്നർ നല്ല ഹോട്ട് പോട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ വന്നിട്ട് ഹോട്ട് പോട്ട് ഇതുവരെ ട്രൈ ചെയ്തില്ല. ഇന്ന് ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് ആക്ച്വലി ബീഫിൻ്റെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഹോട്ട് പോട്ട് റെസ്റ്റോറൻ്റ് ആണ്. സ്പൈസി സോസും ഒന്ന് നോർമലും, പക്ഷേ സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർ വരുന്നതായിരിക്കും നല്ലത്. എന്താ ബീഫ് ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നൂഡിൽസും കിട്ടും. നൂഡിൽസൊക്കെ എന്തായാലും ഇത്രയും അധികം ടിപ്സും കാണും. നമ്മളതും ഈ സ്പൈസി സോസിലേക്ക് തന്നെ ഉണ്ട്. ഇതെല്ലാം വേഗം കുക്കാവുമേ. സോ നമ്മൾ അധികം നേരമായിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഷാച്ചേട്ടൻ പോയി ഒരു കിട്ടിലൻ ബീഫ് പോർക്കാണ്. ഇത് പോർക്ക് കൊണ്ടുവന്നത്. ഇതായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ച ഫേവറേറ്റ്. ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റ് വന്നിട്ട് പോക്ക് വേറെ ലെവലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതും റെഡി. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഫേർണിച്ചർ മാർക്കറ്റ് വാസ് അമേസിങ് കേട്ടോ. അത് നമ്മൾ വാങ്ങുമോ ഇല്ലയോ എന്നല്ല, അതൊന്നും പോയി കാണുകയാണ് ചൈനയുടെ സ്കെയിൽ അറിയാനായിട്ട്. ആൻഡ് ഹോട്ട് പോട്ട് നമ്മളിവിടെ എന്തായാലും ഹോട്ട് പോട്ട് ട്രൈ ചെയ്യണം. സ്പൈസിയാണ് എന്നാലും അത് ട്രൈ ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളിവിടെ 2-3 ഡേയ്സും കൂടി ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ബ്ലോഗ് ചെയ്യുന്നില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇനി ഓരോ മാർക്കറ്റ്സ് കണ്ടല്ലോ, അതല്ല ഇനി ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്. സോ അവരുടെ ബിസിനസ്സും അതിൻ്റെ മീൻസ് അവരുടെ പ്രൊഡക്ട്സും അവർ സോഴ്സ് ചെയ്യുന്ന സ്ഥലമൊന്നും നമുക്കങ്ങനെ കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് അത് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമല്ലേ. സോ ഇനി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു കൊച്ചി പോയിട്ട് കുറച്ച് നാൾ റെസ്റ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 1.5-2 വർഷത്തിനടുത്ത് മുമ്പേ ബുക്ക് ചെയ്ത ഒരു ട്രിപ്പുണ്ട്. അത്രയും വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ള ഒരു ട്രിപ്പായിരുന്നു. സോ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. ആൻഡ് ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രിപ്പ് മെയ്യും ജൂണിലും വരുന്നുണ്ട്. മെയ്യിൽ എന്തായാലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജൂൺ അല്ലെങ്കിൽ ജൂലൈ. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്ലീസ് ഡു കോൾ ദിസ് നമ്പർ. ഈ നമ്പറിലൊന്ന് വിളിക്കുക. ആൻഡ് ഞാൻ ഏകദേശം നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ഐറ്റിനറി ബ്ലോഗായിട്ടും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടും. നമ്മൾ ചെയ്തതിൻ്റെ കുറച്ച് ഭാഗം വ്ളോഗായിട്ടുള്ളൂ, പക്ഷേ അത് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. സോ എന്തായാലും നമുക്ക് വേറൊരു നല്ല വ്ളോഗിൽ കാണാം, നാട്ടിൽ വെച്ച് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.